10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ 3ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് എഴുതിയത് പ്രകാശ് രാജ്. അദ്ദേഹത്തിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിലെ ഒരു ലേഖനമാണിത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അപ്പോൾ ഭാഷയുടെ പ്രാധാന്യം ആണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ മകള് മാതൃഭാഷ പഠിക്കാത്തതിലുള്ള വിഷമമാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. അടുത്ത കാലത്തൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. 100 കണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു. ചിക്കമംഗളൂരിനടുത്തുള്ള ഒരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. അയാളുടെ വാക്കു കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. അപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരായ ചെറുപ്പക്കാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ്, ജന്മസ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗ്രാമമാണ്, ചിക്കമംഗളൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ നമ്മുടെ ലേഖകൻ ചോദിച്ചു, എന്താ പിന്നെ കന്നഡയിൽ സംസാരിക്കാത്തത്? ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, കന്നഡ ശരിക്കറിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത് കേട്ട് നമ്മുടെ ലേഖകന് ചിരിയും കോപവും ഒന്നിച്ചൊന്ന് അറിയാതെ ചിരിച്ചു പോയി. കഷ്ടം, എന്തൊരു ഗതികേടാണ് അല്ലേ? ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം അന്ന് പറഞ്ഞ ആ മറുപടി ഭാവിയിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം പലരും മാതൃഭാഷ പഠിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത പഠനത്തിൽ ഒക്കെ കഴിഞ്ഞവർ പോലും മാതൃഭാഷ അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയും. ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനില്ല. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിക്കുകയാണ്. നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഇന്ന് നടത്തപ്പെടുന്ന വിദ്യാലയങ്ങളിൽ മാതൃഭാഷ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ് എന്നാണ് കുറച്ച് തമാശയായിട്ടും പിന്നെ കുറച്ച് വേദനയോടും കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വീടുകളിലും അതുതന്നെയാണ് ഗതി. കാരണം കുട്ടികൾക്ക് പലർക്കും മാതൃഭാഷ അറിയില്ല. വീടുകളിലും അവർ അന്യഭാഷ തന്നെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. ഭാവിയെക്കുറിച്ച് ഭയങ്കര വേവലാതിയാണ് നമുക്കല്ലേ. അയ്യോ, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകും, ഞാൻ ഈ മാതൃഭാഷയും പഠിച്ചുകൊണ്ടിരുന്നാൽ എന്തായി തീരും എൻ്റെ ഭാവി? എല്ലാവരും ഒക്കെ നല്ല ഭാഷയൊക്കെ പഠിച്ച് വിദേശങ്ങളിലേക്കൊക്കെ പോയി അവിടെയൊക്കെ പഠിച്ച് നല്ല വലിയ ശമ്പളമൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകും? ഈ വേവലാതിയാണ് നമുക്ക്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ? നമ്മുടെ ഭാഷ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പോലും നമ്മൾക്കവർ അന്യരായിത്തീരുന്നില്ലേ, അല്ലെ അവർക്ക് നമ്മൾ അന്യരായിത്തീരുന്നില്ലേ എന്നൊരു വലിയ ചോദ്യമാണ് നമ്മുടെ ലേഖകൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. മനുഷ്യർക്ക് ജീവിതത്തിൽ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അപ്പം ഈ ഇങ്ങനെ അന്യഭാഷ സംസാരിക്കുന്ന ഇടയിൽ മാതൃഭാഷ അറിയാവുന്ന ഒരാൾ പെട്ടുപോയാലത്തെ അവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണം അല്ലേ? എന്താണ്, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് വളരെയധികം കുറ്റബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇംഗ്ലീഷ് അറിയില്ലെന്ന് അപകർഷബോധത്തോടെ, എന്താണ് അവരുടെ ചിന്ത? ഞാൻ മോശക്കാരനാണ്, അയ്യോ എനിക്ക് മറ്റു ഭാഷ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, അപ്പം ഞാൻ തീരെ കൊള്ളരുതാത്തവനാണ് എന്ന ചിന്തയോടെ ജീവിക്കുന്ന മനുഷ്യരും അങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയും ഒരു നാടും എത്രത്തോളം ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണെന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അതുപോകട്ടെ, ഇംഗ്ലീഷിൽ നെകളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലർ. അവരെങ്കിലും ഈ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ
സംസാരിക്കുന്നത് നെഗളിച്ച് നടക്കുന്നുണ്ടല്ലോ, വലിയ അഹങ്കരിച്ചൊക്കെ നടക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം എന്ന് പറഞ്ഞ് ചിലർ അഹങ്കരിച്ച് നടക്കുന്നുണ്ടല്ലോ, അവരെങ്കിലും ഈ ഭാഷ ശരിക്ക് പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏതൊരു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങി ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക? ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ അതിലെ സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ അവരുടെ കൃതികൾ അല്ലെ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആംഗലേയ സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ സൗന്ദര്യം, സാഹിത്യം, അവിടുത്തെ ചിന്തകന്മാർ പറഞ്ഞ ദർശനങ്ങൾ, ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണം ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞ് നെഗളിച്ച് നടക്കാൻ എന്നാണ് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഇത് ഭാഷയെന്ന് പറയുന്നത് വെറും കുറേ പദങ്ങളുടെ ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ കുറച്ച് പദസമ്പത്തുണ്ടായാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നവർക്ക് ജീവിതം തന്നെ അറിയില്ല, ജീവിതം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നും അറിയില്ല, ജീവിക്കാനും അറിയില്ലെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാകുകയില്ല. അപ്പം ആ ഭാഷയ്ക്കെല്ലാം ഒരു ഭാവമുണ്ടല്ലോ. അപ്പം ആ ഭാഷ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ അത് അവർ പറയുന്നവരുടെ ആ വാക്കിന്റെ പിന്നിലുള്ള ഭാവം അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഡൊണാൾഡ് ട്രംപിന്റെ ക്രൗര്യവും മനസ്സിലാവുകയില്ല, ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യവും മനസ്സിലാകുകയില്ല. അപ്പം ഭാഷ പഠിക്കുമ്പോൾ ഭാഷ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഭാഷ മനുഷ്യ ജീവിതത്തെ അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് പറയുന്നത്, ഒരു ഭാഷ അവൻ്റെ സംസ്കാരത്തിൻ്റെ അടയാളം കൂടിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ ജീവിതം എന്താണ്, അവൻ്റെ ധാരണ എന്താണ് എന്നൊക്കെയാണ് ആ ഭാഷ നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നത്. തെലുങ്കു നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാതെ നീ വയറുപെട്ടി ചാവും നോക്കിക്കോ എന്ന് കഠിനമായി ശപിക്കും. എന്നാൽ ഗോദാവരി കൃഷ്ണാതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളാക്കി ഉപയോഗിച്ച്, അതിനെ പഴങ്ങളെ രൂപകങ്ങളാക്കി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. അപ്പം നോക്കിയാൽ രണ്ടുപേരും ശകാരിക്കുന്നതിൽ തമ്മിലുള്ള വ്യത്യാസം, അവരുപയോഗിക്കുന്ന ഭാവത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായ മരങ്ങളുള്ള സ്ഥലം, അപ്പോൾ അവിടെ ഉള്ളവർ ആ രീതിയിലാണ് ശകാരിക്കുന്നത്, മറ്റവർ കുറച്ചുകൂടെ കഠിനമായ രീതിയിലാണ് ശകാരിക്കുന്നത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ് അല്ലേ. അപ്പം ഓരോ ജനതയും അവരുടെ ഭാഷ ഉപയോഗിക്കുന്നത് അവരുടെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിലാണ്, അവിടുത്തെ പ്രകൃതിക്കും കൂടെ അനുസരണമായിട്ടാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരം അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഭാവം എന്താണ് എന്ന് കൂടെ മനസ്സിലാക്കണം, ആ ജനതയുടെ സംസ്കാരം എന്ത് എന്നുകൂടെ അറിയണം. കുറച്ച് വാക്കുകൾ ഉപയോഗിക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ഭാഷ പഠിക്കലാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു നാടിൻ്റെ വിചാരധാര എന്ന് പറഞ്ഞാൽ ചിന്തയുടെ ഒഴുക്കിനെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒരു നാടിൻ്റെ വിചാരധാരയെ, ചിന്താധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരുണ്ട് അല്ലേ. ഓരോ ഭാഷയ്ക്കും അവരുടെ ചിന്തകൾ രേഖപ്പെടുത്തിയ, അവരുടെ വിചാരം, ആ ജനതയുടെ വിചാരം രേഖപ്പെടുത്തിയ എഴുത്തുകാരുണ്ട്. അപ്പം ഇവര് പഠിക്കാതെ ഭാഷ മാത്രം പഠിക്കുന്നത് കൊണ്ടാണ്, കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി മാത്രം നമ്മളൊരു ഭാഷ പഠിക്കുന്നു, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഷ പഠിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊന്നും പഠിക്കുന്നില്ല, അതിലേക്ക് ആഴത്തിൽ കടന്നു പോകുന്നില്ല. ഇങ്ങനെയാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിക്കുന്നത്. നാം ഉണ്ടെന്നുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്നു. കാരണം എന്താണ്, നമ്മൾ ആഴത്തിലൊന്നും പഠിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട്, മറയാക്കിക്കൊണ്ട്, ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമെന്ന് പേടിപ്പിക്കുകയാണ്. നമ്മൾ ചില ആളുകളുടെ സംസാരം കേട്ടാൽ തോന്നും ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്ന് തോന്നിപ്പോകും. വ്യർത്ഥമാണെന്ന്, വെറുതെയാണെന്ന്, ജീവിതം തന്നെ വെറുതെയാണെന്ന് തോന്നിപ്പോകും.
ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഒരു ഭാഷയായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ സംസ്കാരത്തിന്റെ അടയാളമൊന്നും നമ്മുടെ ആശയവിനിമയ ഉപാധിയെന്നും ഒക്കെ പറഞ്ഞിരുന്നിടത്ത് ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഷ എന്ന് പറയുന്ന ഒരു ആയുധമാണ്. എങ്ങനെയാണ് അത് ആയുധമായി തീരുന്നതെന്ന് നോക്കിയാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ആയുധം ഇംഗ്ലീഷ് ഭാഷ നമ്മളെ നിർബന്ധമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായിട്ട് നമ്മൾ മാറുമെന്നൊരു മനഃശാസ്ത്രം അത് അവർക്കറിയാമായിരുന്നു. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാവൻ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാവൻ എന്നൊക്കെയുള്ള നമ്മൾ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഒരു ഭാഷയെ ചോദ്യം ചെയ്യാൻ പോലും നമ്മൾ കൂട്ടാക്കാതെ എന്താണോ നമ്മുടെ മുൻപിൽ വന്നത് അതിനെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് നമ്മൾ ഈ ബന്ധങ്ങളെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ഒറ്റ പേരിലാണ് ഇവരെല്ലാം പറയുന്നത്, ആൻറ്റി, അങ്കിൾ അല്ലേ എന്നൊക്കെ ആയി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്കിളും ആൻറ്റിയും ആയി തീർന്നിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങളെല്ലാം. അതുകൊണ്ട് ബന്ധങ്ങളുടെ സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര് നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതല്ലേ അല്ലെ. ഇളയമ്മ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് അത് പറയുമ്പോഴുള്ള ഒരു ഭാവം അല്ലേ. അമ്മാവൻ എന്ന് വിളിക്കുമ്പോഴുള്ള ഭാവം, ഇതൊന്നും അങ്കിൾ, ആൻറ്റി എന്നൊന്നും വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുകയില്ല. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട്. പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ? വല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മൾ വറ്റി വരണ്ട് കിടക്കുന്ന നമ്മുടെ നദികൾ ഒക്കെ കണ്ട് വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പാടുന്ന പാട്ട് റെയിൻ റെയിൻ ഗോയവേ എന്നാണ്. അത് നമ്മൾ പാടാമോ? ഇംഗ്ലണ്ടിലുള്ളവർക്ക് അത് പാടാം അല്ലേ, പക്ഷെ നമുക്ക് അത് പാടാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മനസ്സിലേക്ക് കൊള്ളുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. പകരം നമ്മൾ എന്താണ് പാടേണ്ടത്? എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക. നമ്മൾ പാടേണ്ടത് റെയിൻ റെയിൻ ഗോയവേ എന്നുള്ള പാട്ടല്ല. നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ പാടണം, എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം തരിക, ഞങ്ങളുടെ നദികളൊക്കെ ഒന്ന് കുളിർത്തോട്ടെ, ഞങ്ങൾ വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, ഞങ്ങളുടെ കൃഷികളൊക്കെ ഒന്ന് തളിർത്തോട്ടെ എന്ന് വേണം അവർ ചോദിക്കാൻ എന്നുള്ള ഒരു കാര്യവും കൂടെ നമ്മുടെ ലേഖകൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അതെൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. ജീവിതത്തിൽ മാറ്റാവുന്ന ചിലതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന് ജാതി അല്ലേ, നമ്മളറിയാതെ അവിടെ വന്ന് പെട്ടുപോകുന്നതാണ്. പക്ഷെ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവുകയില്ല അല്ലേ. നമ്മുടെ അമ്മയെ മാറ്റാൻ പറ്റില്ലല്ലോ, അതുപോലെ നമ്മുടെ മാതൃഭാഷയെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് സ്വന്തം പെറ്റമ്മയെ മാറ്റുന്ന പോലെ ആയിരിക്കും. ഇത് എൻ്റെ അമ്മയല്ല, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ അമ്മ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ പെറ്റമ്മയെ ചൂണ്ടിക്കാട്ടി അങ്ങനെ പറഞ്ഞാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് അതേപോലെ ആയിരിക്കും മാതൃഭാഷയെ തള്ളിപ്പറയുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരിക ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അതിലെ ആഴത്തിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, മറ്റു ഭാഷകൾ അതിൽ കൂടെയുള്ളൊരു പാലമാകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന ഒരു പാഠഭാഗമാണിത്. ഇതോടുകൂടി നമ്മൾ ഈ പാഠം അവസാനിക്കുകയാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ, പഠന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.